ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. എന്താണിപ്പോ നമ്മളെ പാഠ്യ വിഷയം എന്താണെന്ന് എല്ലാരെ മനസ്സിലുണ്ടല്ലോ? അന്ന് മുളാരിയായ ഫീലിന് അന്ന് എന്ത് ചെയ്യും? എന്താ ചെയ്യാ? നസ്ബ് ചെയ്യും. അത് അന്ന് വെളിവായിട്ടും നസ്ബ് ചെയ്യും, അന്ന് മറഞ്ഞിട്ടും നസ്ബ് ചെയ്യും. അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യുന്ന ഒരു സ്ഥലാപ്പ നമ്മൾ പഠിച്ചത്. ഏതിന്റെ ശേഷം? ജറ് ചെയ്യുന്ന ലാമിന് ശേഷം. ജറ് ചെയ്യുന്ന ലാമിന് ശേഷം. അപ്പൊ ജറ് ചെയ്യുന്ന ലാമിന് ശേഷം മാലിക്കും നസ്ബ് ചെയ്യൂല, പിന്നെ ആർക്കും നസ്ബ് ചെയ്യൂല? അംറിനും നസ്ബ് ചെയ്യൂല. ആർക്കേ നസ്ബ് ചെയ്യുള്ളൂ? മുളാരിയായ ഫീൽ. മുളാരിയായ ഫീലിനെ എങ്ങനെ തിരിച്ചറിയാ? കഴിഞ്ഞ ആഴ്ച തഖീബുൽ ലിസാനിൽ പഠിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലാതെ? പഠിച്ചു പറഞ്ഞാൽ മതി, വേഗം പറയണ്ടേ? ഫീലിന്റെ ആദ്യത്തില് ഹംസ, താ, യാ, നൂന് ഇവകളിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും. ഉദാഹരണം യളിരിബു, തളിരിബു, പിന്നെ നളിരിബു. അപ്പോ അന്ന് മറഞ്ഞ് മുദാരിയായ ഫീലിന് നസ്ബ് ചെയ്യുമ്പോ നമ്മൾ എന്ത് കാട്ടണം? ആ ഫീലിന്റെ മസ്തറിനെ എടുത്തിട്ട് എന്താക്കി കൊണ്ടുവരണം? മജ്റൂറാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പൊ അന്ന് മറഞ്ഞാലും വേണ്ടില്ല, അന്ന് വെളിവായാലും വേണ്ടില്ല. ആ അന്നിന്റെ ശേഷം വരുന്ന ഫീലിൽ നിന്ന് ഏതിനെ പിടിക്കണം? ഏതിനെ പിടിക്കണം മക്കളെ? പറഞ്ഞോളി. മസ്ദറിനെ പിടിക്കണം. അപ്പൊ ലാമിന്റെ ശേഷമാണെങ്കിൽ ആ മസ്ദർ എന്തേക്കാരം? മജ്റൂറ്. എന്നാൽ അന്ന് പ്രത്യക്ഷത്തിൽ നസ്ബ് ചെയ്യുമ്പോ ആ അന്നും അതിന്റെ ശേഷം വന്ന മുളാരിയും എന്തൊക്കെ ആകാം? അല്ലെങ്കിൽ പിന്നെ മജ്റൂർ ആദ്യേ പറഞ്ഞു. ആ പറഞ്ഞതിൽ ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സംശയമുണ്ട്. എന്താണ് പറഞ്ഞേ? മനസ്സിലായില്ല എന്നറിയാം. മനസ്സിലായിട്ടില്ലാതാ? നിങ്ങള് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിനൊക്കെ കണ്ടോ? കഴിഞ്ഞ ദിവസം ഉണ്ട്, ഇന്നലെ ഉണ്ട്, എന്റെ മുമ്പേ ഇല്ല. എന്നാണ് ഇല്ലാത്ത? ഞങ്ങൾക്ക് തൊട്ട് മുന്നത്തെ ക്ലാസ് ഞാൻ കേട്ടിയില്ല. അതിന്റെ മുന്നേത്തൊക്കെ കേട്ടോണ്ടിരുന്നു. 15 ദിവസം ലീവായിരുന്നു. നിങ്ങള് ക്ലാസ്സിന് വരാതെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് നിങ്ങളെ തെറ്റാണ്, എന്റെ തെറ്റല്ല.
ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞാൽ മതി. ആദ്യം പറഞ്ഞത് ലിയശ്റബൽ മാഅ, ലിയശ്റബൽ മാഅ. ഉദാഹരണം ഖറജ ഹാമിദുൻ. എന്താ അർത്ഥം? ഹാമിദ് പുറത്തേക്ക് പോയി. ഹാമിദ് എന്തിനാണ് പുറത്തേക്ക് പോയത്? ലിയശ്റബൽ മാഅ, ശരിബ യശ്റബു. അവൻ എന്ത് കുടിക്കാനാ പോയിക്കണത്? വെള്ളം കുടിക്കാൻ. വെള്ളം കുടിക്കാനാണ് ഓൻ പോയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ലീ എന്നുള്ളത് എന്തക്ഷരാണ്? ഹുറൂഫുൽ ജറാണ്. എന്താണ്? ഹുറൂഫുൽ ജർ എന്ന് പറഞ്ഞാൽ ലാമർഫ് ജാറ് അൽഹംദു. എവിടെ ലാമ ജർ വന്നത്? അൽഹംദു ലില്ലാഹി. ആ ലാമാണ് ഇത്. അപ്പൊ ഇത് വന്ന ശേഷം ഇനി ജറുവാണ്. അപ്പൊ ഈ യശ്റബ എന്ന് പറയുമ്പോ ഈ ലാമിന്റെ ശേഷം ഇവിടെ ഒരു അന്ന് കടക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാകുക? ലി അൻ അശ്റബ എന്നാ ഉണ്ടാകുക. ലി അൻ അശ്റബ. ഈ അന്ന് മറഞ്ഞിട്ടാണ് ആർക്ക് നെസ്ബ് ചെയ്യണത്? മുദാരിയായ ഫീലിന് ഇവിടെ നെസ്ബ് ഉണ്ട്. കാരണം മുദാരിയായ ഫീലിന് നെസ്ബ് ചെയ്യണമെങ്കിൽ ഏത് വേണം? അന്ന്, ലെന്ന്, കയ്യ്, ഇതൻ, 4 അക്ഷരമുള്ളത്. അപ്പൊ ഈ ലാമിന്റെ ശേഷം മുദാരിയായ ഫീലിന് ആര് മറഞ്ഞ് നെസ്ബ് ചെയ്യും? അന്ന് മറഞ്ഞ് നെസ്ബ് ചെയ്യും. ഇത് ലാസ്റ്റ് ക്ലാസ് ആണിത്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യൂല. അത് മനസ്സിലാക്കണ്ടോല് മനസ്സിലാക്കുക. 2-3 ആഴ്ചയായിപ്പോ ഇതുമ്മ കടന്ന് കറങ്ങണ്. ക്ലാസ് മുന്നോട്ട് പോവില്ല. അപ്പൊ ഇനി ക്ലാസ്സിൽ വരാത്തോല് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടും ചെയ്യരുത്. ഇപ്പൊ എന്താ ഒന്നാമത്തെ നിയമം ഇപ്പൊ എന്താ പഠിപ്പിച്ചത്? ജറ് ചെയ്യുന്ന ലാമിന്റെ ശേഷം മുദാരിയായ ഫീലിന് ആര് മറഞ്ഞ് നെസ്ബ് ചെയ്യും? ആര് നെസ്ബ് ചെയ്യും? അന്ന് മറഞ്ഞ് നെസ്ബ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഖറജ ഹാമിദുൻ എന്നുള്ളിടത്ത് എങ്ങനെയുള്ളത്? ഖറജ ഹാമിദുൻ ലി അൻ യശ്റബ. അപ്പൊ അന്നർഫ് നാസിബ്, യശ്റബ എന്നുള്ളത് ഫിഇല് മുളാരി മൻസൂബ്. ബി അനിൽ മുദ്മറത്തി എന്ന് പറഞ്ഞാൽ കളയപ്പെട്ട, മറക്കപ്പെട്ട അന്നാണ് ആർക്ക് നെസ്ബ് ചെയ്തിരിക്കുന്നത്? ആർക്ക് നെസ്ബ് ചെയ്തിരിക്കണ ഇവിടെ? എവിടെ? ആർക്കാ അവിടെ നെസ്ബ് കിട്ടിയിരിക്കണേ? യശ്റബ. ആ അന്നിന് ഈ മുദാരിക്ക് ഇവിടെ നെസ്ബ് ചെയ്തിരിക്കണത് എന്തുകൊണ്ടാ? ഈ ലാമിന്റെ ശേഷം ഇവിടെ ഏതുണ്ട്? അന്നുണ്ട്. ഈ അന്ന് മറഞ്ഞിട്ടാണ് ആർക്ക് നെസ്ബ് കിട്ടിയിരിക്കണത്? മുദാരിക്ക് നെസ്ബ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതാണ് ഒരു സ്ഥലം. അപ്പൊ ആദ്യത്തെ നിയമം എന്താണ്? ജറ് ചെയ്യുന്ന ലാമിന് ശേഷം മുദാരിയായ ഫീലിന് ആര് മറഞ്ഞ് നെസ്ബ് ചെയ്യും? അന്ന് മറഞ്ഞ് നെസ്ബ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ലി തശ്റബ, ലി തശ്റബ ഒക്കെ ഉണ്ടാകാം. അപ്പൊ ഇവിടെ മാറ്റം വരും. ഖറജത്തു ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരിക? ഇവിടെ ഖറജത്തു എന്നാണ്. അപ്പൊ എങ്ങനെ വരിക? ഇവിടെ ലി അശ്റബ എന്നല്ല വരിക. പിന്നെ ലി അശ്റബ. ഇനി ഖറജ്ത നീയാണ്. അപ്പൊ ഇവിടെ എങ്ങനെ വരിക? ലി തശ്റബ. ഇവിടെ ഖറജിനാണ്. അപ്പൊ എങ്ങനെ പറയാ? ലിനശ്റബ. അതാ. അപ്പൊ ജറ് ചെയ്യുന്ന ലാമിന് ശേഷം മുദാരിയായ ഫീലിന് അന്ന് മറഞ്ഞ് നെസ്ബ് ചെയ്യും. അതാണ് ഒന്നാമത്തെ നിയമം. അത് മനസ്സിലായില്ലേ?
മനസ്സിലായി. ഞാൻ ആർക്കാ മനസ്സിലാകാത്ത? ആർക്കാ മനസ്സിലാകാത്ത? എന്താ ഇനി ഞാൻ പറഞ്ഞത്? ഖാദറില്ലെന്ന് ക്ലാസ്സില് ഉണ്ടല്ലോ. അപ്പൊ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞ നിയമം? എന്താ? ജറ് ചെയ്യുന്ന ലാമിന് ശേഷം മുളാരിയായ ഫീലിന് അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യും. അതാണ് ഒരു നിയമം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ? ഈ അന്ന് എവിടെ വന്നോ, മറഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിലോ വെളിവായിട്ടാണെങ്കിലും വേണ്ടില്ല, അന്നും മുളാരിയായ ഫീലിന് എവിടെ അന്ന് നസ്ബ് ചെയ്യുന്നുണ്ടോ ആ ഫീലിന്റെ മസ്തറിനെ പിടിക്കൽ അനിവാര്യമാണ്. ഇപ്പൊ ഇവിടെ ലി യശ്റബ ലാം ഹർഫ് ജാറ്. ജാറ് വന്നാൽ എന്താ വേണം? എന്ത് വേണം? മജ്റൂർ വേണം. അപ്പൊ ഇവിടെ എങ്ങനെയാ മജ്റൂറിനെ എടുക്കുക? ഷരിബ എന്നുള്ളതിന്റെ മസ്തറാണ് ഷുർബ്. അപ്പൊ ഈ ലാമിൻ ഈ യശ്റബന്റെ മസ്തറിനെ ഇവിടെ എന്താക്കി കൊണ്ടുവരും? മജ്റൂറാക്കിയിട്ട് കൊണ്ടുവരും. അപ്പൊ എങ്ങനെയാ പറയേണ്ടി വരിക? ഖറജ ഹാമിദുൻ ലി ലിശുർബിൽ മാഇ. അപ്പൊ ഇവിടെ എന്തായി? മജ്റൂറായിതാ. ലാമിന്റെ മജ്റൂർ ഏതാണ്? ഷുർബാണ്. ഇവിടെ ലാമായതുകൊണ്ട് ജറാണ്, വേറുള്ളാണെങ്കിൽ വേറുള്ള ദൈക്കാരം. അപ്പോ എന്താ പറഞ്ഞത്? മുളാരിയായ ഫീലിന് അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്താലും വേണ്ടില്ല, അല്ലെങ്കിൽ എങ്ങനെ നസ്ബ് ചെയ്താലും വേണ്ടില്ല, വെളിവായിട്ട് നസ്ബ് ചെയ്താലും വേണ്ടില്ല. എന്തിനെ പിടിക്കൽ നിർബന്ധാണ്? ആ അന്നിന്റെ ശേഷം വന്ന ഫീലിന്റെ മസ്തറിനെ പിടിക്കൽ എന്താണ്? നിർബന്ധാണ്. ഇവിടെ ലാമിന്റെ ശേഷമാണെങ്കിൽ ആ മസ്തറിനെ എന്താക്കി കൊണ്ടുവരും? മജ്റൂറാക്കി കൊണ്ടുവരും. ഇന്നിപ്പോ 17 ആളെ ക്ലാസ്സിലുള്ളൂ. ഈ പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ പങ്കെടുക്കാതെ കല്യാണത്തിനും കുടിയിരിക്കലിനൊക്കെ ഓടി പോകേണ്ടി ഇങ്ങനെ പിറ്റേന്ന് വരും. അത് തിരിഞ്ഞില്ല, ഇത് തിരിഞ്ഞില്ല പറഞ്ഞിട്ട്. ഇന്നിപ്പോ 17 ആളുള്ളത്. നമുക്കൊക്കെ വേറെ പണിയെടുത്തൂടെ പോകാൻ വയ്യാത്തവർക്ക്? തോന്നുമ്പോ വരും, എന്നിട്ട് ഒന്നും ഒറ്റ മനസ്സിലാകൂല. പേരെന്തേക്കാരം? പൈസ നമ്മള് കുറെ കൊടുത്തു, ഒന്നും മനസ്സിലായില്ല അറിയും. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോണ ക്ലാസ്സിന് ഇതൊക്കെ ആവശ്യ. ഇത് ഇവിടുന്ന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ തൊള്ളിയും പൊളിച്ചിരിക്കും. അതാ ഉണ്ടാകുക. അപ്പൊ ലാമിന്റെ ശേഷം മുളാരിയായ ഫീലിന് അന്ന് മറഞ്ഞ് നസ്ബ് ചെയ്യുമ്പോ ആ ലാമിന്റെ ശേഷമുള്ള ഫീലിൽ നിന്ന് മസ്തറിനെ കൊണ്ടുവന്നിട്ട് ആ ലാമിന്റെ എന്തായി കൊണ്ടുവരും? മജ്റൂറായി കൊണ്ടുവരും. അതാണ് ഒന്നാമത്തെ നിയമം. ഇനിയോ അന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ട്. അന്നെന്തുണ്ട്? പ്രത്യക്ഷത്തില് തന്നെ ഉണ്ട്. ഇപ്പോ അന്ന് പ്രത്യക്ഷത്തിൽ ഉണ്ടെങ്കിൽ ആ അന്നിന്റെ ഫീലിൽ നിന്ന് എന്തിനെടുക്കണം? മസ്തറിനെ എടുക്കൽ എന്താണ്? നിർബന്ധാണ്. അപ്പൊ അന്ന് മറിഞ്ഞാലും വേണ്ടില്ല, പിന്നെ എന്തായാലും വേണ്ടില്ല, വെളിവായാലും വേണ്ടില്ല. ആ അന്ന് വന്ന ഫീലിൽ നിന്ന് ഏതിനെടുക്കണം? മസ്തറിനെ എടുക്കണം. അപ്പൊ ലാമിന്റെ ശേഷമാണെങ്കിൽ ആ മസ്തറിനെ എന്താക്കി കൊണ്ടുവരും? മജ്റൂറാക്കിയിട്ട് കൊണ്ടുവരും. ഇനിയോ
ഇനി നോക്കിക്കോളി. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അദ്റുസ ഞാൻ പഠിക്കാൻ. എന്താ അർത്ഥം? ഞാൻ പഠിക്കാൻ. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. അൻ അദ്റുസ ഞാൻ പഠിക്കാൻ. ഇവിടെ അന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ട്. രാമിന്റെ ശേഷം പറഞ്ഞിട്ടൊന്നുമില്ല, വെളിവായിട്ട് തന്നെ ഉണ്ട്. ഏതാ ഇവിടെ മുതാരി? അദ്റുസ്. അദ്റുസ. അദ്റുസ എന്താ അർത്ഥം? ഞാൻ പഠിച്ചു. ഞാൻ പഠിക്കാൻ. അപ്പൊ ഇവിടെ ഉരീദു എന്നുള്ളതിൽ എന്തൊക്കെ ഉണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട്. ആ അൻ അദ്റുസ ഞാൻ പഠിക്കാൻ. ഈ അന്നിനാണ് എന്ത് എന്ന് പറയുന്നത്? അന്നറുഫ് നാസിബ്. ഇനിയോ അദ്റുസ ഫിഇല് മുളാരി മൻസൂബ്. ഫിഇലുൻ മുളാരിഉൻ മൻസൂബുൻ. അദ്റുസന്റെ ഫായിൽ ആരാണ്? ആരാ? അന. അദ്റുസന്റെ ഫായിൽ ആരാണ്? അന. അപ്പൊ ഉരീദു ഫിഇല് ഫായില്, അൻഹർഫ് നാസിബ്, അദ്റുസ ഫിഇല് മുളാരി മൻസൂബ്, ഫായില് ലമീർ മുസ്തതിർ. തഖ്ദീർ ഏതാ? അന. അന. ഇനിയിപ്പോ നമുക്ക് ഇവിടെ എന്ത് കിട്ടണം? ഉരീദു എന്നുള്ള ഫീലിന് മുതാദ്ദിയാണ്. ഫായിലും ഉണ്ടാകും, ഏതും ഉണ്ടാകും. ഉരീദു പറയുന്ന ഫീലിന് ഏതൊക്കെ വേണം? ഫായിലും വേണം, മഫൂലും വേണം. ഫായിൽ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഏതാ ഫായില്? അന. അന ഇതിന്റെ ഉള്ളിലുണ്ട്, ഉരീദുവിന്റെ ഉള്ളിലുണ്ട്. ഇനി ഉരീദുവിന് ഏതിനെ കിട്ടണം? മഫൂലിനെ കിട്ടണം. അപ്പൊ ആ മഫൂലിനെ നമ്മൾ എങ്ങനെ എടുക്കുക? ഈ അന്നയിലാ കടന്നിക്കണേ, അദ്റുസയിലാ കടന്നിക്കണേ. അപ്പൊ അതിന്റെ മാലി ഏതാണ്? ദറസ എന്നാണ്. ഈ ദറസന്റെ മസ്തറെ ദിറാസത്ത് എന്നാണ്. ദിറാസത്ത്. അപ്പൊ ഇനി നമ്മളെ ഈ അദ്റുസീന് നമ്മൾ ഏതിനെടുക്കണം? മഫൂല് ബിയായി അതിനെ കൊണ്ടുവരണം. ഏതാ മസ്തറ്? ദിറാസത്ത്. അപ്പൊ ഇനി ഈ ദിറാസത്തിനെ ഇവിടെ മഫൂലാക്കി കൊണ്ടുവരുമ്പോ എങ്ങനെ പറയാ? ഉരീദു ദിറാസത. അത് അങ്ങനെ സെന്റൻസിൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ വ്യാഖ്യാനിച്ച് ഇവിടെ എന്താക്കണം? ആ മസ്തറിനെ കൊണ്ടുവരണം. അല്ലാതെ വാക്കില് ദിറാസത്ത് ഉണ്ടാവൂല. ഇത് എവിടെ വന്നാലും മഫൂലാണെങ്കിൽ ആ ഫായിലാണെങ്കിലും ആ മസ്തറിനെയാണ് ഫായിലാക്കിയിട്ടും മഫൂലാക്കിയിട്ടൊക്കെ എന്താക്കുക? കൊണ്ടുവരിക. ഇപ്പൊ ഇവിടെ ഉരീദു അദ്ദിറാസത ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഉരീദുന്റെ മഫൂൽ ആരായി? ദിറാസത്തായി. അതാ. അപ്പൊ ഇവിടെ മസ്തർ മുഅവ്വലുന്റെ മസ്തർ മുഅവ്വലിന്റെ പൊസിഷൻ എന്താണ്? മഫൂല് ബി ആണ്. മഫൂല് ബി ആയപ്പോ എന്ത് ചെയ്തു? അദ്റുസ എന്നുള്ള ഫീലിൽ നിന്ന് ദിറാസത്ത് എന്ന് പറയുന്ന മസ്തറിനെ എടുത്തിട്ട് അതിനെ എന്താക്കി കൊണ്ടുവന്നു? മഫൂലും ബി ആക്കിയിട്ട് കൊണ്ടുവന്നു. ഇനി നോക്കിക്കോളി. അല യുംകിനുക അലാ യുംകിനുക നിനക്ക് പറ്റൂലേ, നിനക്ക് പറ്റൂലേ. അന്തദുറുസ അന്തദുറുസ എന്താക്കാൻ? നിനക്ക് പഠിക്കാൻ പറ്റുകയില്ലേ. അലാ യുംകിനുക നിനക്ക് പറ്റൂലേ. അന്തദുറുസ നീ പഠിക്കാൻ നിനക്ക് പറ്റുകയില്ലേ.
ശരി. ഇവിടെ ഏതാ ഫീൽ ഏതാണ്? യുംകിനു, അംകന, പിന്നെ യുംകിനു. മാദിയ മുലാരിയ? മുലാരി. അപ്പൊ അലാ യുംകിനുക, നിനക്ക് പറ്റുകയില്ലേ. കാന്ന് പറഞ്ഞത് എന്താ തർക്കീബ്? ടുത്തുള്ള കാഫിന്റെ തർക്കീബ് എന്താ? മഫൂലും ബിഹി. അതൊന്നും പറയാൻ 10 മിനിറ്റും 15 മിനിറ്റും കൊടുക്കാൻ പറ്റൂല. എന്നോ പഠിപ്പിച്ചിരിക്കണ അതൊക്കെ. മുത്തസിലായ ലമീർ ഫീലിനോട് ചേർന്ന് ഒരു ബന്ധക്കാരൻ. മഫൂലും ബിഹിക്കാരൻ. അപ്പൊ യുംകിനു ഫീല് മുലാരി, ഖ എന്നുള്ളത് മഫ്ഊൽ മുഖദ്ദം. അപ്പൊ ഫീലും വന്നു, മഫൂലും വന്നു. ഇനി ഏതാ വരാനുള്ളത്? ഏതാ വരാനുള്ളത്? ഫായിലാണ്. ഇവിടെ ഫായിലിനെ കാണാനില്ല. ഫായിലിന് പകരം അന്തദുറസ എന്നുള്ളത്. അപ്പൊ ഹംസർഫി ഇസ്തിഫ്ഹാമ്, ലാബർഫി നഫി, യുംകിനു ഫീല് മുലാരി, ഖ മഫ്ഊൽ മുഖദ്ദം, അന്നർഫി നാസിബ്, തദ്റുസ ഫീല് മുലാരി, ഫീല് മുലാരി, അന്നർഫി നാസിബ്, തദ്റുസ ഫീല് മുലാരി മൻസൂബ്. തദ്റുസയില് ഫായിലും ഉണ്ട്. പക്ഷെ ഇവിടെ യുംകിനൂന് ഏതിനെ കിട്ടാണ്ട്? യുംകിനൂന് ഏതാ കിട്ടാണ്ട്? മഫൂലാ ഫായിലാ? ഫായില്. അപ്പൊ നമ്മൾ എന്ത് കാട്ടും? ആ ഫായിലിനെ എങ്ങനെ എടുക്കുക? ഈ അന്ന് കടന്ന ഫീല് തദ്റുസു, ആ തദ്റുസു എന്നതിൽ നിന്ന് മസ്തറിനെ എടുത്തിട്ട് യുംകിനു എന്നുള്ളതിനെ എന്താക്കി കൊണ്ടുവരും? ഫായിലാക്കി കൊണ്ടുവരും. തദ്റുസിന്റെ മസ്തർ ഇവിടെ അടുത്ത് തന്നെ ഏതാ? ദിറാസത്ത്. അപ്പൊ അം തദ്റുസാറിന് എന്താ അർത്ഥം? നീയോ അവനോ? അന്തദ്റുസ. അപ്പൊ ആ ദിറാസത്തിന്റെ കൂടെ കാക്ക് പകരം ഏതാ ഉപയോഗിക്കുക? അല്ല, അന്തക്ക് പകരം എന്താന്നുള്ളത് മുൻഫസിലാണ്. അതിന്റെ മുത്തസിൽ ഏതാ? അപ്പൊ ആ മസ്തറിന്റെ കൂടെ ഏതും കൂടി ചേർത്തോ? ഇങ്ങോട്ട് എങ്ങനെ പറയാ? അലാ യുംകിനുക, പിന്നെ ദിറാസതുക. തദ്റുസന്റെ മസ്തർ ഫായിലാക്കി കൊണ്ടുവരും, കണ്ട് മർഫുആക്കി കൊണ്ടുവരും. അലാ യുംകിനുക അൻ തദ്റുസ അറിഞ്ഞോടത്ത് അലാ യുംകിനുക ദിറാസതുക. ഇവിടെ മസ്തർ മുഅവ്വലിന്റെ പൊസിഷൻ എന്താണ്? ഫായിലാണ്. അൽ മസ്തറുൽ മുഅവ്വലു ഫീ മഹല്ലി റഫഇൻ ഫായിലുൻ. മസ്തർ മുഅവ്വലിന്റെ പൊസിഷൻ എന്താണ്? ഫായിലാണ്. അപ്പൊ ഇങ്ങനെ അന്ന് മറിഞ്ഞു വന്നാലും വേണ്ടില്ല, വെളിവായി വന്നാലും വേണ്ടില്ല. ആ അന്നിന്റെയും ഫീൽ, ആ അന്ന് ഏതൊന്നില് കടന്നോ ആ ഫീലിൽ നിന്ന് അവിടെ നിർബന്ധമായിട്ട് എന്താക്കേണ്ടി വരും? എന്തിനെടുക്കേണ്ടി വരും? മസ്തറിനെ എടുക്കേണ്ടി വരും. ആ മസ്തറിനെ എടുക്കുമ്പോ ആ മസ്തറിന്റെ പൊസിഷൻ ഫായിലാകാ, മഫ്ഊലാകാ, ലാമിന്റെ ശേഷമാണെങ്കിൽ എന്തേക്കാരം? ലാമിന്റെ ശേഷം മറിഞ്ഞ് നസ്ബ് ചെയ്യുമ്പോ ആ ഫീലിൽ നിന്ന് മസ്തറിനെ എടുത്തിട്ട് എന്താക്കിയിട്ടാ കൊണ്ടുവരിക? മജ്റൂറാക്കിയിട്ടാണ് കൊണ്ടുവരിക. അത്ര തന്നെ അതിന് പഠിക്കാനുള്ളൂ. തോന്നുമ്പോ ക്ലാസ്സിൽ വന്ന ആർക്കും പഠിയില്ല, ഒരാൾക്ക് നല്ല ആർക്കും പഠിയില്ല. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിന് ഏറാൻ കെട്ടി ഇറങ്ങിയെങ്കിൽ തന്നെ പറ്റുള്ളൂ. നിങ്ങളെ കുടിയിരിക്കലും നിങ്ങളെ കല്യാണം അതൊക്കെ ഇതിനു വേണ്ടിയാണ് മാറ്റി വെക്കേണ്ടി വരും. അങ്ങനത്തോർക്ക് അത് പഠിക്കാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് അത് പഠിക്കാൻ കഴിയൂല. ആർക്കും കഴിയൂല, ഒരാൾക്ക് നല്ല.
നോക്കിക്കോളി. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി. പരമാവധി ഇപ്പൊ ഒരു മരണോ കാര്യമൊക്കെ ആണെങ്കിൽ പോകാന്നല്ലാതെ വെറും ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു കുടിയിരിക്കല് അല്ലെങ്കിൽ ഒരു തക്കാരം ഇതിനൊക്കെ വേണ്ടി ക്ലാസ് ഒഴിവാക്കാന്ന് പറയുന്നത് അംക്കത്തരാണ്. കല്യാണവും കളയാട്ടും ഇഞ്ഞും കിട്ടും, ഈ ക്ലാസ് കിട്ടൂല. 10-25-10-23 ആളുള്ളടത്ത് കണ്ടോ, ഒന്നിപ്പോ 18 ആളുള്ളത്. ബാക്കി ആളുകളെവിടെ? തോന്നുമ്പോണ്ട് കേറി വരിക. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി. ഈ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഒരു 3 ക്ലാസ്സിനൊക്കെ വരാത്തോ പിന്നെ അതിൽ കൂടാതിരിക്കുക നല്ലേ, കാരണങ്ങളില്ലാതെ. കാരണം എന്താ പറയാ, വെറുതെ അന്തം വിട്ടിരിക്കും, ഒരു ഫായിദറ്റ ഉണ്ടാവില്ല. എന്നാ പിന്നെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ കിട്ടും, അതൊക്കെ കാണാൻ സമയം കണ്ടെത്തും, അത് കണ്ടെത്തൂല ആളുകൾ. ഒരാളല്ല കുറ്റം പറയാം, മൊത്തത്തിലാ പറയുന്നത്. ഒരാൾ വിളിച്ച് പറയണ്ടേ എനിക്ക് മനസ്സിലായിട്ടില്ല, അപ്പൊ ഞാൻ ചോദിച്ചു എത്ര ദിവസമായി ക്ലാസ്സിന് വന്നിട്ടുണ്ടോ, 4 ക്ലാസ് ഒഴിവായിക്കണ് പറഞ്ഞു വിളിച്ചിട്ട്. പിന്നെ ഇപ്പൊ എന്താ അവരോട് പറയാ? ചോദിച്ചപ്പോ കാരണം എന്താ, അത് കൂട്ടുകാരായിട്ട് ഒരു ടൂർ പോകേണ്ടി വന്നു, അതാ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളാരും കുറ്റം പറയല്ല, പറയാ ഒരു പഠനത്തിനാവുമ്പോ അതിൻ്റെതായ വില നമ്മൾ കൽപ്പിച്ചെങ്കിലേ അത് പഠിക്കാൻ കഴിയുള്ളൂ. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയത്തി. താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം കണ്ടെത്തണം. അജാബ, യുജീബു, അതിന്റെ എന്താണ് അജിബ് എന്നുള്ളത്? കൽപ്പന രൂപം. കൽപ്പന. അപ്പൊ അജിബ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ഫായിലുണ്ട്. അനിൽ അസ്ഇലത്തിൽ ആതിയത്തി. താഴെ വരുന്ന ചോദ്യങ്ങൾക്ക്. അന്നർഫേ അസ്ഇലത്തി മജ്റൂർ, അൽ ആതിയത്തി. ഒന്നാമത്തെ ചോദ്യം, ലിമാദ, എന്തിനാണ്? ഖറജ അമ്മാറുൻ, അമ്മാറ് പുറത്തു പോയത്. വയാസിറുൻ, ആര്? മിനൽ ഫസിലി, ക്ലാസ്സിൽ നിന്ന് എന്തിനാണ് പുറത്തു പോയത്? 2 ആള് പോയിക്കണ്, ഒന്ന് അമ്മാറും പോയിക്കണ്, യാസുറും പോയിക്കണ്. ആ, അപ്പോ യാസർ എന്തിനാണ് പോയിക്കണത്? ആരാ ഷുർബുൽ മാ? ആരാ, അമ്മാറോ അതോ യാസുറോ? അമ്മാറാണ്. അപ്പൊ ഖറജ യാസിറുൻ, യാസുർ പോയി, മിനൽ ഫസിലി, ക്ലാസ്സിന്ന്. എന്തിനു വേണ്ടിയിട്ട്? ലിയഗ്സില, അവൻ കഴുകാൻ വേണ്ടി. വജ്ഹഹു, അവന്റെ മുഖത്തെ. അവിടെ ലാമിന് ശേഷം മുളാരിയായ ഫീലിന് ആര് മറിഞ്ഞ് നസ്ബ് ചെയ്തിക്കണേ? അപ്പൊ അവിടെ എങ്ങനെയുണ്ട്? അപ്പൊ ഇനി നമ്മൾ എന്ത് കാട്ടണം? ഈ ലാമിന് ഏത് കിട്ടണം? ഏത് മജ്റൂർ കിട്ടണം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താ? ഓസല എന്നുള്ളതിന്റെ മസ്തർ ഉസ്ല് എന്നാ. ആ മസ്തറിനെ ആ ലാമിന്റെ എന്താക്കി കൊണ്ടുവരും? മജ്റൂറാക്കിയിട്ട് കൊണ്ടുവരും. വജ്ഹഹു എന്നുള്ളതിനെ അതിന്റെ മുളാഫിലിയാക്കിയിട്ടും കൊണ്ടുവരും. അപ്പൊ എങ്ങനെ പറയാ? ഖറജ യാസിറുൻ
മിനൽ ഫസിലി പിന്നെ ഉസ്ല എന്ന് ഞാൻ പറഞ്ഞു. ആ വജിഹന്ന അതിനെ മുലാഫിലയാക്കിയിട്ടും കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ പറയാ? ലിഗുസ്ലി വജിഹിഹി. ലിയഗ്സില വജിഹഹു എന്നാവുമ്പോ മസ്തറിന് എടുക്കുമ്പോ ആ മഫൂലിനെ എന്താക്കിയിട്ടാ കൊണ്ടുവരിക? മുലാഫിലിയായിട്ടാണ് കൊണ്ടുവരിക. പിന്നെ അമ്മാർ എന്തിനാ ഉറപ്പായത്? ഖറജ അമ്മാറുൻ മിനൽ ഫസിലി ലിയശ്റബൽ മാ. അവിടെ എങ്ങനെയുണ്ട് ഒറിജിനല്? ആ ലാമിന്റെ ശേഷം അവിടെ ആര് മറിഞ്ഞെടുക്കണ്ടേ? ലാമർഫ് ജാറ് യശ്റബ ഫിഅലുൻ മുളാരിഉൻ മൻസൂബുൻ ബിഅനിൽ മുദ്മറത്തി. അപ്പൊ അതൊന്ന് പിന്നെ ഫായില് ലമീർ മുസ്തതിർ ഹുവ. അൽ മാ എന്നുള്ളതോ അവൻ കുടിക്കാൻ വേണ്ടി അൽ മാ വെള്ളത്തെ എന്താ തർക്കീബ്? മഫൂലും ബിഹി. ഇനിയിപ്പോ നമ്മൾ എന്ത് കാട്ടണം? ആ ലാമിന് അവിടെ ഏത് വേണം? മജ്റൂർ വേണം. അപ്പൊ നമ്മൾ എന്താക്കും? ശരിബാ എന്നുള്ളതിന്റെ മസ്തറാണ് ഷുറുബ്. ആ ഷുറുബിനെ മജ്റൂറാക്കി കൊണ്ടുവരും. മാ എന്നുള്ള മഫ്ഊല് ബിഹിനെ മുലാഫിലിയാക്കിയിട്ടും കൊണ്ടുവരും. അപ്പൊ എങ്ങനെയാ പറയാ? ഖറജ അമ്മാറുൻ മിനൽ ഫസിലി പിന്നെ വെള്ളം കുടിക്കാൻ. അയിന യുരീദു ഹാഷിമുൻ. എവിടേക്കാണ് ഹാഷിമു ഉദ്ദേശിക്കുന്നത്? അവൻ പോകുവാൻ. ഫീ ഉത്ലത്തി സൈഫി. എവിടേക്ക്? ഏത്? വേനൽക്കാലാവധിയിൽ സമ്മർ വെക്കേഷനില് ഹാഷിമ് എങ്ങോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഓനെടുക്കാവാ ഉദ്ദേശിക്കണേ? യുരീദു അൻ യദ്ഹബ ഇലാ മസ്റ. എവിടേക്കാ പോകണേ? ഈജിപ്തിലേക്ക്. ഇവിടെ ചോദ്യം എന്താ? അയിന യുരീദു ഹിഷാമുൻ. അയിന അയിനന്റെ തർക്കീബ് യുരീദു. ഇതില് ഫായിലുണ്ടോ യുരീദുല്? ഹാഷിമുൻ അൻയദ്ഹബ അവൻ പോകാൻ. അന്നർഫ് നാസിബ്. യദ്ഹബ മുളാരി മൻസൂബ്. പിന്നെ ഫായിലാരാ? അവൻ പോകാന്ന് പറയുമ്പോ ലമീർ മുസ്തതിർ. തക്ദീർ അല്ലേ ചോദിച്ചത്? തക്ദീർ പിന്നെ പറയാ. ഫായിലേതാ ചോദിച്ചാ എന്താ പറയാ? മുസ്തതിർ. ഇനിയിപ്പോ നമ്മക്ക് അവിടെ എന്ത് കിട്ടണം? യുരീദു എന്നുള്ള ഫീലിന് ഫായില് വന്നിക്കണ. ഇനി ഏത് കിട്ടണം? ആ മസ്തർ മുഅവ്വലിന്റെ പൊസിഷൻ എന്താണ് അവിടെ? ആരെ മഫൂലും ബിയാണ്? യുരീദുന്റെ. അപ്പൊ നമ്മൾ എന്ത് കാട്ടും? അയ്യദ്ഹബാനുള്ള ദഹബന്റെ മസ്തർ ദഹാബിനെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ എങ്ങനെ പറയാ? അതിനാണ് മഫൂലാക്കി കൊണ്ടുവരുമ്പോ എങ്ങനെ പറയാ? അയിന യുരീദു പിന്നെ ഹാഷിമുൻ പിന്നെ വേണ്ട. ഇതിനാ മഫൂല് ബിയാക്കിട്ടാ കൊണ്ടുവരാ. അപ്പൊ എങ്ങനെ കൊണ്ടുവരണ്ടേ? അവൻ പോകാൻ ഉദ്ദേശിക്കുന്നത് ഫീ ഉത്ലത്തി സൈഫി വേനൽക്കാലാവധിയിൽ.
അപ്പൊ മറുപടിയിൽ എങ്ങനെയാണ് മസ്തർ മുഅവ്വലിനെ കൊണ്ടുവരിക? യുരീദു യുരീദു ഹാഷിമുൻ ഹാഷിമുൻ അദ്ദഹാബ അദ്ദഹാബ ഇലാ ഇലാ മസ്ര. മസ്ര. പിന്നെ മിസ്രാണോ സാറേ? മസ്ർ. മസ്ര മിസ്റാണ് ഖുർആനിലുള്ളത് കൊണ്ട്, അതോ മസ്റോ? മിസ്രാണ്. എന്നാ മിസ്റാണ്. പക്ഷെ തൊള്ളയില് അവിടൊക്കെ പറയല് മസ്ർ എന്നാ, മിസ്റല്ല. കൊളോക്കിയൻ അറബിയിൽ പറയല് മസ്ർ എന്നാ. പിന്നെ ലിമാദ യുരീദു യൂസുഫു അയ്യദ്ഹബ ഇലാ ലണ്ടന. നിങ്ങൾ എന്നെ പറയണം ഒക്കെ, ഞാൻ പറയില്ല. എന്താ അർത്ഥം? ലിമാദ യുരീദു യൂസുഫു അയ്യദ്ഹബ ഇലാ ലണ്ടന. അർത്ഥം എന്താ? യൂസുഫ് എന്തിനു വേണ്ടിയാണ് ലണ്ടനിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്? യൂസുഫ് എന്തിനു വേണ്ടിയാണ് ലണ്ടനിലേക്ക് പോകാൻ എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ശരി, ആ ചോദ്യത്തിലുള്ള മസ്തർ മുഅവ്വലിന്റെ തർക്കീബ് എന്താ? മഫ്ഊലും ബി. നിങ്ങളുടെ മഫ്ഊല് ബിനെ എങ്ങനെ കൊണ്ടുവരിക? ലിമാദാ യുരീദു യൂസുഫു അദ്ദഹാബ ഇലാ ലണ്ടന. അയ്യദ്ഹബന്റെ മസ്തർ ഏതാണ്? ദഹാബ. അപ്പൊ മഫ്ഊലായി. യുരീദു ഫീല്, യൂസുഫ് ഫായില്, അദ്ദഹാബ മഫ്ഊലും ബി. അപ്പൊ ഇനി എന്തിനാണോ ലണ്ടനിലേക്ക് പോണത്? എന്ത് പഠിക്കാനാണ്? ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനാണ്. അപ്പൊ എങ്ങനെയാ പറയാ? യുരീദു യൂസുഫ്. യൂസുഫ് വേണ്ട, ഫായില് മുസ്തത്റാക്ക. യുരീദു യുരീദു ദഹാബ ഇലാ ലണ്ടന. എന്തിനു വേണ്ടിയിട്ടാണ് പോണത്? ലിയദുറുസ, അവൻ പഠിക്കാൻ വേണ്ടി. അല്ലുഗത്തൽ ഇൻജിലീസിയത്ത, ഏത് ഭാഷനെ? അപ്പൊ ലിയദുറുസന്റെ തർക്കീബ് അവിടെ എന്താ? മസ്തർ മുഅവ്വലിന്റെ പൊസിഷൻ എന്താ? ലിയദുറുസ എന്ന് പറയുമ്പോ മസ്തർ മുഅവ്വലിന്റെ പൊസിഷൻ എന്താ? വെറുതെ കണ്ണി കണ്ട പറയാൻ നടക്കണ്ട. ആദ്യത്തിൽ എന്താ വന്നത് നോക്കിക്കോളി. ലിയദുറുസാന് എന്താ മഫ്ഊലും ബി? എന്താ ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല ഞാനത് പറഞ്ഞിട്ട്. പറഞ്ഞോടി. ലിയദുറുസാനുള്ളത്. അപ്പൊ അവിടെ മസ്തർ മുഅവ്വലിന്റെ പൊസിഷൻ എന്താ? മജ്റൂർ. ഓന്റെ അമ്മ. നൂറ് വട്ടം പറഞ്ഞിരിക്കണിപ്പോ. ലാമിന്റെ ശേഷമാണെങ്കിൽ മസ്തർ മുഅവ്വലിന്റെ പൊസിഷൻ മജ്റൂറൈക്കാരം. ഇനി എത്ര വട്ടാ പറയണ്ടേ? അറിയാണ്ട് പറഞ്ഞത്. ആരും പറയുന്നില്ലല്ലോ. ഇങ്ങോട്ട് ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ പറയണേ. അപ്പൊ ലാമർഫ് ജാറ്. ഇനി അതിന്റെ മസ്തർ മുഅവ്വലിനെ എന്താക്കിയിട്ടാ കൊണ്ടുവരേണ്ടത്? മജ്റൂറാക്കിയിട്ടാ കൊണ്ടുവരിക. ദറസന്റെ മസ്തർ ദിറാസത്ത് എന്നാ. ആ മഫ്ഊല് ബിനെ മുലാഫില് ഈ നൈത്താക്കി കൊണ്ടുവരും. അപ്പൊ എങ്ങനെ പറയാ?
ആ ലിദിറാസത്തി ലിദിറാസത്തി ആ ലുഗത്തിൽ അല്ലുഗത്തിൽ ഇൻജിലിസിയത്തി. ആ ഇഞ്ചിലീസിയത്തി. ഓ നമ്മ അരമണിക്കൂറാപ്പൊ ഒരു മസ്തർമോവല് പറയാനേ. പിന്നെ ഫി അയ്യി കുല്ലിയത്തിൻ ഏത് കോളേജിലാണ് യുരീദ് മറുവാനു മറുവാൻ ഉദ്ദേശിക്കുന്നത് അയ്യദുറുസ അവൻ എന്താക്കാൻ പഠിക്കാൻ അവൻ പഠിക്കാൻ ഏത് കോളേജ് പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അവിടെ അയ്യദുറുസ എന്താ മസ്തർ മോവലിന്റെ പൊസിഷൻ? മഫൂലും ബി അതിന്റെ മഫൂലും ബി യുരീദു. യുരീദു. അപ്പൊ മഫൂലും ബി ആണ്. അപ്പൊ ഞാൻ എന്ത് കാട്ടണം? യദ്റുസുവിന്റെ മസ്തറിനെ എന്താക്കി കൊണ്ടുവരണം? മഫൂലും ബി ആക്കി കൊണ്ടുവരണം. അപ്പൊ എങ്ങനെ കൊണ്ടുവരിക? ഈ കുല്ലിയത്തി യുരീദു മർവാനു യുരീദു മറുവാനു പിന്നെ ദിറാസത്ത. അദ്ദിറാസത്ത. അപ്പൊ ശരിയാ. ഈ അയ്യി കുല്ലിയത്തിൽ യുരീദു മറുവാനു അദ്ദിറാസത്ത മഫൂലും ബി ആയിട്ട് കൊണ്ടുവന്നു. അപ്പോ ഉത്തരത്തിൽ എന്താ പറയാ? യുരീദു മറുവാനു അദ്ദിറാസത. എവിടെ? ഏത് കോളേജില്? ശരിയാ കോളേജില്. ശരിയാ കോളേജിൽ പഠിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ നോയിക്കോളി. ഇഖ്റ നീ വായിച്ചോ? എന്തിനാ വായിച്ചോ? മാ ഖാലഹു ഹുമയൂണു. ആര് പറഞ്ഞത്? ഹുമയൂൺ പറഞ്ഞത്. ഹുമയൂൺ പറഞ്ഞത് നീ വായിക്കണം. ആരോട് പറഞ്ഞു? ഓലിൽ മുദരിസി. ആരോട് പറഞ്ഞത്? അധ്യാപകനോട് ഹുമയൂൺ പറഞ്ഞത് എന്താണ്? നീ വായിക്കണം. എന്നിട്ടോ സുമ്മ ഇംല. പിന്നെ നീ എന്താക്ക്? ഫില്ലാക്ക്. മലഅ യംലഉ കൽപ്പനക്രിയ എന്താ അർത്ഥം? നീ ഫില്ലാക്ക്. എന്തിനെ? അൽ ഫറാഗാത്തി ബ്ലാങ്ക് ആയ സ്ഥലങ്ങളെ നീ ഫില്ലാക്കണം. ഇല്ല എന്നുള്ളത് ഏതാ? മാലിയ മുലാരിയ അംബ്ര? ഇംല എന്നുള്ളത് മാലിയാണോ മുലാരിയാണോ അംബ്രാണോ? അംബ്രാണ്. അംബ്രാവുമ്പോ അതിൽ എന്തൊക്കെ ഉണ്ടാകും? ഫായിലുണ്ടാവും. എന്തിനാണ് ഇനി ഫുള്ളാക്കേണ്ടത്? അൽ ഫറാഗാത്തി ഒഴിഞ്ഞ സ്ഥലങ്ങളെ. ഫറാഗാത്തി എന്നുള്ളത് ഇംലഇന്റെ മഫ്ഊല് ബി ആണ്. അപ്പൊ ആ മഫ്ഊല് ബിക്ക് എവിടെയാണ് അവിടെ നസ്ബ്? ഫറാഗാത്തി എന്ന് പറഞ്ഞ മഫ്ഊല് ബിക്ക് എവിടെയാണ് നസ്ബ്? ജമ്മു മുഅന്നസ് സാലിം. ജമ്മു മുഅന്നസ് സാലിം. അപ്പൊ എന്തുകൊണ്ടാ നസ്ബ്? മൻസൂബും ബിൽ കസ്റത്തി. കസ്റത്തോണ്ടാണ് നസ്ബ്. പിന്നെ പീമാ യലി താഴെ വരുന്നോടത്ത് ഇനി നോക്കിക്കോളി. നിങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുക്കണം ആ ഒഴിവുള്ള സ്ഥലത്ത്. യുരീദു ഹുമയൂണു അൻ അമാമ ലി അന്ന ബഈദുൻ.
അനിൽ വല മാ യക്തുബു അൽ മുദർരിസു അല സബൂറത്തി. യുരീദു ഹുമയൂണു, ഹുമയൂൺ ഉദ്ദേശിക്കുന്നു എന്തിനെ? അൻ യജ്ലിസ. അജിലിസ. എന്താണ് അവിടെ ഫീല്? യജ്ലിസ. യജിലിസ, അവൻ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നു. ആരെ മുമ്പില്? അമാമൽ മുദർരിസി. മുദർരിസി, മുദർരിസിന്റെ മുമ്പിലാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ലി അന്ന ഡാഷ് ബഈദുൻ. എന്താ? ലി അന്ന മഖ്അദഹു, ഇരിപ്പിടം, ബഈദുൻ എന്താണ്? ദൂരത്താണ്, ദൂരെയാണ്. ആരിൽ നിന്ന് ദൂരെയാണ്? അനിൽ മുദർരിസി. ആരിൽ നിന്ന്? അധ്യാപകനിൽ. ആരിൽ നിന്ന്? അധ്യാപകന്റെ അടുത്ത്. അധ്യാപകനിൽ നിന്ന്. വലായറ, ഹുമയൂണ് കാണുന്നില്ല. വലാ ഇല്ല. യറ, ഏതാണ് അവിടെ വെച്ചുകൊടുക്കേണ്ടത്? യറ. യറ, അവൻ കാണുന്നില്ല. എന്തിനെ കാണുന്നില്ല? മാ യക്തുബുൽ മുദർരിസു. എന്താ അർത്ഥം? അവൻ കാണുന്നില്ല. മാ യക്തുബുൽ മുദർരിസു എന്താ? അധ്യാപകൻ എഴുതുന്നതിന്. അധ്യാപകൻ എഴുതുന്നതിന്. അല സബൂറത്തി, ബോർഡിന്മേൽ. ബോർഡിൽ. ഇനി മൂന്നാമത്തത് യസ്അലുൽ മുദർരിസു. അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. എന്താ? ചോദിക്കുക. അപ്പൊ യസ്അലുൽ മുദർരിസു ആര് ചോദിക്കണേ? അധ്യാപകൻ ചോദിക്കുന്നു. കുല്ലം മിനത്തുല്ലാബി, എല്ലാ വിദ്യാർത്ഥികളോടും. ഹാദ സുആല, ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താ തർക്കീബ്? യസ്അലുൽ മുദർരിസു അൽ കുല്ല മിനത്തുല്ലാബി ഹാദ സുആല. ഫീലേതാണ്? ഫായിലേതാണ്? യസ്അലു. ആരാ ഫായില്? മുദർരിസു. മുദർരിസു. ഏതാ മഫൂല്? കുല്ലൻ. കുല്ലൻ. ഇനിയൊരു മഫൂലും കൂടി ഉണ്ട്. ഏതാ? വിദ്യാർത്ഥികളിൽ നിന്ന് എല്ലാവരോടും ചോദിക്കുന്നു. എന്തിനെ? ഹാദ സുആല, ഈ ചോദ്യത്തെ. ഹാദ എന്നുള്ളത് എത്രാമത്തെ മഫൂല? ആനി. അസ്സുആല അതാണ് ഏത്? ബദല്. ബദല്. ആ നോയിക്കോളി. ഐന തുരീദു അൻ തദ്ഹബ ഫീ ഉത്ലത്തി സ്വൈഫി. വേനൽക്കാല അവധിക്ക് നീ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊരാണിനോടുള്ള ചോദ്യാണോ പെണ്ണിനോടുള്ള ചോദ്യാണോ? പെണ്ണ്. ആരോടാ? പെണ്ണ്. പെണ്ണ്. എല്ലാവർക്കും അഭിപ്രായം തന്നെ. എന്തൊക്കെ തൊള്ളൊളിച്ചിരിക്കണേ? തുരീദ് പെണ്ണാണ്. ആരോടാ ചോദിക്കണേ ചോദ്യം? പെണ്ണിനോട്. എന്താ അതിനെ തുരീദ് പറഞ്ഞ അർത്ഥം? എവിടേക്കാണ്?
നീ എവിടേക്കാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തുരീദു എന്നുള്ളത് ആണിനോടാ പെണ്ണിനോടാ? പെണ്ണിനോട്. ആണിനോട്. ആണിനോട് ഉസ്താദേ. ആണിനോട്. ഉറപ്പിച്ചിട്ട് പറയും. എന്നാ തുരീദു ആണ് പെണ്ണിനോടാണെങ്കിൽ എങ്ങനെ ചോദിക്കുക? തുരീദീന. തുരീദീൻ. ഞാൻ കരുതി ഇപ്പൊ തന്നെ കൂട്ടിപ്പെട്ടി പോണ്ടി വരുമോന്ന് എന്തിയാ. തുരീദു എന്നുള്ളത് പെണ്ണിനോടാണെന്നൊക്കെയാണ് പറഞ്ഞാലേ തുരീദ് പെണ്ണിനോട് തന്നെ, പെണ്ണിനോടാകുമ്പോ നീയാവൂല, അവളാകല്ലോ. അയിന തുരീദു, നീ എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത്? നീ പോകുവാൻ. വേദലവധിയില്. ഇതൊരാണിനോടുള്ള ചോദ്യമാണ്. അന്ത. ഈ ചോദ്യം ഇനി ഒരു അന്തിയിലേക്ക് തിരിക്കണം. ആ അന്തിയിലേക്ക് തിരിക്കുമ്പോ എങ്ങനെ പറയാ? ഇനി അവിടെ നിൽക്കട്ടെ. ഇപ്പൊ തുരീദ് പറയുന്നത് എത്ര ആളാ? ഒരാള്. ഇനി അത് അന്തുന്നാക്കുമ്പോ എങ്ങനെ പറയാ? തുരീദു എന്നുള്ളത് അന്താണ്. ഇനി അത് അന്തുന്നാക്കണം. അപ്പൊ എങ്ങനെ പറയാ? അയിന തുരീദൂന. അപ്പൊ പിന്നെ തദ്ഹാബാനോടത്ത് എങ്ങനെ പറയേണ്ടി വരും? തുരീദു എന്നുള്ളത് ശരി, നീ ഒരു പുരുഷൻ, തുരീദൂന നിങ്ങൾ എല്ലാ പുരുഷന്മാരും. ഓക്കെ. ഇനി അതിനനുസരിച്ച് അൻ തദ്ഹബ എന്നുള്ളടത്ത് ഉണ്ടാകേണ്ട മാറ്റം എന്താ? എങ്ങനെ ഖാദർ അന്നു വന്നിട്ട് തദ്ഹബൂന എന്ന് പറയാ? സോറി. അഫ്ആലുൽ ഖംസക്ക് എന്തുകൊണ്ടാണ് നസ്ബ്? എങ്ങനെയാണ് അഫ്ആലുൽ ഖംസക്ക് നസ്ബ്? അപ്പൊ അവിടെ എങ്ങനെയാ പറയേണ്ടത്? അയിന തുരീദൂന, പിന്നെ ഇനി തുരീദ് പറയുന്ന എത്ര ആളാണ്? ഒരാള്. നിങ്ങൾ രണ്ടാളാണ്. അപ്പൊ എങ്ങനെയാ പറയണ്ടേ? അയിന തുരീദാനി. അപ്പൊ അന്നിന്റെ അവിടെ എങ്ങനെ മാറ്റാം? അന്തദ്ഹബാ. കാരണം യഫ്അലാനി പാറ്റേണിൽ എങ്ങനെയാണ് നസ്ബ്? നൂനിനെ ാണ് ഒഴിവാക്കിട്ടോ. നൂന് ഒഴിവാ. അപ്പൊ എങ്ങനെയാ പറയാ? അയിന, പിന്നെ തുരീദാനി, പിന്നെ ഇനി തുരീദൂന്ന് ഹുവേണ് എടുക്കണത്. അപ്പൊ ഏതാ? യുരീദു. ആ യുരീദു ആണെങ്കിൽ എങ്ങനെ പറയേണ്ടി വരും? അന്നിന്റെ ശേഷം അൻ യദ്ഹബ. ഇനി തുരീദുന്റെ അവിടെ ഉമ്മാണ് ഉള്ളത്. അപ്പൊ എങ്ങനെ പറയാ? ഉമ്മിനെ എങ്ങനെ എടുക്കുക? യുരീദുൽ നിന്ന് ഉമ്മ എങ്ങനെ വരിക? യുരീദ്. പറഞ്ഞോളി. നൂന് കളയണ്ട. നൂനാണ്.
യുരീദൂന. ആ മർഫൂ ആവുമ്പോ നൂനുണ്ടാകും, മൻസൂബോ പിന്നെ മജ്റൂർ ആവുമ്പോ മജ്റൂറല്ല, മജ്സൂം. ഫീലില് ചെറുണ്ടാവൂല. കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ? മജ്സൂം. ആ മൻസൂബും മജ്സൂമും എന്തുകൊണ്ടാണ് നൂനിനെ കളയുന്നു. അപ്പൊ അയിന യുരീദൂന. ആ പിന്നെ എങ്ങനെ ബാക്കി പറയാ? അൻ യദ്ഹബ. ഏയ് യദ്ഹബ എങ്ങനെയാണ്? അൻ യദ്ഹബു. അയിന യുരീദൂന എവിടേക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്? പിന്നെ അൻ യദ്ഹബു അവർ പോകുവാൻ. ഇനി അതൊരു പെണ്ണിനോടാണ്, അന്ത്യാണ്. അപ്പൊ എങ്ങനെയാ പറയാ? തുരീദു എന്നുള്ളത് പെണ്ണിനോട് അന്ത്യാണ് എടുക്കണം. അപ്പൊ എങ്ങനെയാ പറയാ? അയിന തുരീദീന ആ അൻ തദ്ഹബി. അന്ത്യം എങ്ങനെ എടുത്തത് പറയേ, പറഞ്ഞോളീ. ആ തുരീദീന തുരീദീന, അയിന തുരീദീന. അപ്പൊ ഞാൻ എങ്ങനെ മാറ്റണ്ടാകുക അവിടെ? അൻ തദ്ഹബി. അന്തദ്ഹബി. അപ്പോ സന്ദർഭത്തിനനുസരിച്ച് അത് എന്താക്കണം? മാറ്റണം. അയിന തുരീദു അൻ തദ്ഹബ. ഇതാ അവിടെ തുരീദു ആണ്, അന്താണ്. തുരീദു ഏതാ അവിടെ? അന്ത. അപ്പൊ ശരിയായി. അയിന തുരീദു എവിടേക്കാണ് നീ ഉദ്ദേശിക്കുന്നത്? അൻ തദ്ഹബ നീ പോകുവാൻ. അപ്പൊ ഇതിന് പ്രശ്നമല്ല. ഇനി നമ്മൾ തുരീദുവിന്റെ സ്ഥാനത്ത് യുരീദു ആണ് കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെയാ പറയാ? അയിന 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 യുരീദു. പിന്നെ ഇവിടെ എങ്ങനെ വരാ? അൻ യദ്ഹബ. കാരണം യുരീദു അവനല്ലേ. അയിന യുരീദു എവിടേക്കാണ് അവൻ ഉദ്ദേശിക്കുന്നത്? അൻ യദ്ഹബ അവൻ എന്താക്കുവാൻ? പോകുവാൻ. ഇനിയോ യുരീദ്വാനിയാണ് ഇവിടെ ഉള്ളത്. യുരീദാനി ഉമ യുരീദു യുരീദാനി. പിന്നെ യുരീദാനി ഫീൽ എങ്ങനെയാണ്? യുരീദ് യുരീദാനി കഴിഞ്ഞിട്ടേതാ? യുരീദ് യുരീദാനി. പിന്നെ ആ തുരീദ് തുരീദാനി. പിന്നെ പിന്നെ തുരീദാനി തുരീദൂന തുരീദീന തുരീദാനി തുരീദന ഉരീദു നുരീദു. അയിന യുരീദാനി അവർ രണ്ടുപേരും എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പൊ ഇവിടെ വരുന്ന മാറ്റം എന്താ? എങ്ങനെ അന്നിട്ടിട്ട് എങ്ങനെ പറയേണ്ടത്? കാരണം എന്താ? യുരീദാനി എന്ന് പറയുന്നത് രണ്ടാളുണ്ട്. അപ്പൊ ഇവിടെ എന്താക്കണം? രണ്ടാളാക്കണം. ആ രണ്ടാള് തേർഡ് പേഴ്സൺ ആണ്, അവരാണ്. അപ്പൊ ഇവിടെ അവരാകണം. അയ്യദ്ഹബ. കണ്ടോ? അയ്യദ്ഹബാനി എന്നുണ്ടാവും. ഇത് അഫ്ആലുൽ ഏതൊക്കെയാണ്? അഫ്ആലുൽ ഖംസ അഞ്ചെണ്ണം. യദ്ഹബാനി തദ്ഹബാനി
തദ്ഹബാനി പിന്നെ യദ്ഹബൂന തദ്ഹബൂന പിന്നെ തദ്ഹബീന തദ്ഹബീന യദ്ഹബീന. അപ്പൊ യുരീദാനി അൻ യദ്ഹബാ. ഇനി ഇവിടെ യുരീദൂനയാണ്. അപ്പൊ എങ്ങനെ പറയാ? അൻ തദ്ഹബു യുരീദൂന അൻ യദ്ഹബു അൻ യദ്ഹബു അൻ യദ്ഹബൂ. യദ്ഹബു. ഇനിയോ ഇയ ഹുമ പെണ്ണാണ്. ഹുമ എന്നുള്ളത് ആണാ പറഞ്ഞത്, ഹുമ എന്നുള്ളത് പെണ്ണാ. അപ്പൊ ഏതാ വരിക? യുരീദ് യുരീദാനി യുരീദൂന യുരീദ് പിന്നെ തുരീദു തുരീദാനി തുരീദു. തുരീദു. യുരീദാനി ഇവിടെ എങ്ങനെ വരേണ്ടത് ഏതാ? അൻ തുരീദ യുരീദ്. ആദ്യം ഏതാ വരേണ്ടത്? അൻ തുരീദ് അന്ന ഇങ്ങോട്ടാ ഇവിടെ അന്ന വരണ്ടേ. ഇവിടെ എന്താ അന്ന? അയിന ആ അയിന യുരീ തുരീദാൻ അയിന തുരീ ദാനി ദാനി അയിന തുരീദാനി. പിന്നെ അൻ തദ്ഹബാ തദ്ഹബാ. ഇനി അല്ല തുതി എങ്ങനെ തദ്ഹബാന്ന് തന്നെ അൻ യുരീദാനി അല്ലേ? ഇവിടെ എങ്ങനെ വരേണ്ടത്? തുരീദാനി അല്ലേ? മക്കളെ ഇവിടെ യുരീദാനി എന്ന് വായിക്കുമ്പോ ഇവിടെ എങ്ങനെയാ പറയേണ്ടത്? തദ്ഹബ. ആ അതതിന്റെ മുമ്പ് പറഞ്ഞിരുന്നു ഉസ്താദ്. അതുകൊണ്ടാ മാറി പറഞ്ഞത്. ഈ ഹുമ ഇനി മുദക്കറിന്റെ ഹുമയാണെങ്കിലും അങ്ങനെ തന്നെ വരണ്ടേ. ഹുമാ യുരീദാനിയ യദ്ഹബ എന്ന് പറഞ്ഞത് ആർക്കൊക്കെ പറ്റും? രണ്ട് ഹുമക്ക് പറ്റും. ഏതാ രണ്ട് ഹുമ? മെയിലോ ഇപ്പൊ രണ്ട് പെണ്ണുങ്ങളാണെങ്കിലും അല്ല അത് പറ്റൂല. അതെങ്ങനെ പറ്റണേ? യുരീദാനി അല്ലല്ലേ വരിക പെണ്ണുങ്ങൾ. മറ്റേ പെണ്ണുങ്ങൾ എങ്ങനെ വരണ്ടേ? യുരീദു യുരീദാനി യുരീദൂന. പിന്നെ തുരീദാനി തുരീദാനി തുരീദാനി. അപ്പൊ ഇവിടെ എങ്ങനെ പറയണം? യദ്ഹബല്ല വരണ്ടേ. പിന്നെ അന്ന് വരുമ്പോ നൂന് പോണം. അപ്പൊ എങ്ങനെ പറയാ? അയിന തുരീദാനി. ആ രണ്ട് സ്ത്രീകൾ എങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത്? അൻ അന്തദ്ഹബാ. അവ ആ രണ്ട് സ്ത്രീകൾ എന്താക്കുവാൻ? പോകുവാൻ. ഇനി ഇത് വേറെ ഒരു നിലക്കും വരെ. അതാർക്കാ പറയാൻ പറ്റുക? ഉമ എന്നുള്ളത് ആ ഏത് രണ്ടാണുങ്ങള്? ഏത് രണ്ടാണുങ്ങള്? ആ ലമീർ പറഞ്ഞാ മതി. അതേതാ? അവര് രണ്ട്. ആ അൻതുമ. ഈ ഹുമ എന്നുള്ള അതേ വേർഡ് തന്നെയാണ് ആർക്ക് വരിക? തുമ അൻതുമ. കാരണം നോയിക്കോളി, യുരീദു യുരീദാനി യുരീദൂന. പിന്നെ തുരീദു. ഹുമ എന്നുള്ളതോ? തുരീദാനി തുരീദാനി. ഈ അന്ത എന്നുള്ളത് ഏതാ? തുരീദു തുരീദാനി. അപ്പൊ ഈ തുരീദാനി ആർക്കൊക്കെ ഉള്ളതാണ്? അവർ രണ്ട് സ്ത്രീകൾ എന്നത് അർത്ഥം വെക്ക. നിങ്ങൾ രണ്ട് പുരുഷന്മാർ. ഏത് പുരുഷന്മാര്? നിങ്ങൾ നിങ്ങൾ രണ്ട് പുരുഷന്മാര് എന്നും. ആര് മക്കളോ? ആ നിങ്ങൾ ആദ്യം പോയി കുട്ടിയ. ഇനി ഇവിടെ അന്തിയാണ് വന്നിരിക്കണത്. അപ്പൊ എങ്ങനെ പറഞ്ഞാട്ടെ നിങ്ങള്? അന്തി അയിന പറഞ്ഞോളി. അന്തിയാണ്. അന്തി. അപ്പൊ എങ്ങനെ? അപ്പൊ എങ്ങനെയാ പറയാ? അയിന തുരീദീന. ഏതോ ഒന്ന് കിട്ടിയിരിക്കുന്ന പറഞ്ഞു. അന്തി എങ്ങനെ പറയേണ്ടത്? അയിന ആർക്കറിയാ?
തുരീദീന തുരീദീന. പിന്നെ അൻ തദ്ഹബി തദ്ഹബ തദ്ഹബി 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 അൻ തദ്ഹബി തദ്ഹബ എന്ന് പറയുന്നുണ്ട്, തദ്ഹബി എന്ന് പറയുന്നുണ്ട്. ഏതാ ശരി? തദ്ഹബി. അപ്പൊ എങ്ങനെയാ പറയേണ്ടത്? ഐന തുരീദീന അൻ തദ്ഹബി അൻ തദ്ഹബി തദ്ഹബി. ഐന തുരീദീന അൻ അവിടെ എങ്ങനെ ഉണ്ടാവും? അന്നില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകുക? തദ്ഹബീന. തദ്ഹബീന എന്നാ ഉണ്ടാകുക. തഫ്അലീനെ പേറ്റന അഫ്അലുൽ ഖംസയാണ്. അപ്പൊ എന്തിനെ കളയണം? നൂനിനെ കളയണം. നൂനിനെ കളയണം. അതാണ് അയാൾ പറയുന്നത്. അതിന് ബാക്കിയുള്ളത് നിങ്ങളെങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോ പഠിക്കേണ്ടവർക്ക് പഠിക്കാം. പിന്നെ രണ്ടാമത്തത് അല്ല, രണ്ടല്ല, ഇനി ഏതാ പഠിക്കാൻ ചോദിച്ചേ? നാലാമത്തത് യസ്അലുൽ മുദർരിസു, അധ്യാപകൻ ചോദിക്കുകയാണ്, കുല്ലമ്മിന തുല്ലാബി, എല്ലാ വിദ്യാർത്ഥികളോടും, ആദ സുആല, ഈ ചോദ്യം, ഫി അയ്യി കുല്ലിയത്തിൻ തുരീദു അൻ തദ്റുസ, നീ ഏത് കോളേജിൽ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ആ അന്തദ്റുസ പറഞ്ഞാൽ ആരാ? നീയാണ്. അപ്പൊ അതിന്റെ ഉത്തരത്തിൽ എങ്ങനെ വരിക? അന്തദ്റുസ എന്നതാവുമ്പോ തുരീദുന്റെ അവിടെ തുരീദുന്റെ അവിടെ എങ്ങനെ കൊണ്ടുവരിക? ഉരീദു. പിന്നെ അൻ അദ്റുസ. പിന്നെ ഇനി അതൊരു പെണ്ണിനോടാണ് ചോദിക്കുന്നത്. അന്തദ്റുസ എന്നുള്ളത് ആണാണ്. ഇനി അവിടെ ഒരു പെണ്ണിനെ കൊണ്ടാട്ടെ, അന്തി കൊണ്ടാട്ടെ, അപ്പൊ എങ്ങനെയാ പറയാ? ചോദ്യം ഉണ്ടാക്കിയ ആദ്യം, എന്നിട്ടല്ല ഉരീദു കുരീദു അറിയാലേ. ഫി അയ്യി കുല്ലിയത്തിൻ തുരീദീന അൻ തദ്റുസി ഫി അയ്യി കുല്ലിയത്തിൻ തുരീദീന അൻ തദ്റുസി. പിന്നെ ബാക്കിയൊക്കെ ഇനി അപ്പുറക്കും അപ്പുറമുള്ളതൊക്കെ നിങ്ങൾ നോക്കി പഠിച്ചോളോണ്ടി. ഇനി യസ്അലുൽ മുദർരിസു, അധ്യാപകൻ ചോദിക്കുകയാണ്, കുല്ലമ്മിന തുല്ലാബി, എല്ലാ വിദ്യാർത്ഥികളോടും, ആദ സുആല, ഈ ചോദ്യം. എന്താ ചോദിക്കണത്? ലിമാദാ ഖറജ്ത മിനൽ ഫസ്ലി, എന്തിനാടാ ക്ലാസ് നിന്ന് പുറത്തുപോയത്? ഉത്തരം എന്താ പറയാ? ലിമാദാ ഖറജ്ത ചോദ്യമാണ്. ഉത്തരം എങ്ങനെയാ പറയാ? മിനൽ ഫസ്ലി. എന്തിനാണ് ഞാൻ പോയത്? ഞാൻ വെള്ളം കുടിക്കാനാ പോയത്. അപ്പൊ എങ്ങനെ പറയാ? പിന്നെ ഖറജ്താണെങ്കിലും ഒരേ ഉത്തരം ഉണ്ടാകുക, തീന്നാണെങ്കിലും ഏതന്നെ ഉണ്ടാകുക. ഖറജ്താറിന് എന്താ ഇവിടെ അർത്ഥം? ആണാ പെണ്ണാ? ഖറജ്ത അറിയുമ്പോ അവൾ പെണ്ണ്. ഖറജ്ത എന്നാ ഞാൻ ചോദിച്ചത്. ഖറജ്ത എന്ന് പറഞ്ഞ അജ്ജൊരാണോ അജ്ജൊരു പെണ്ണാ? നീ ഒരാണ് പുറത്തു പോയി. ഇനി അവിടെ ലിമാദാ ഖറജ്തി, അതാ ചോദ്യം. അപ്പൊ എങ്ങനെയാ പറയാ? എന്തിനാ ക്ലാസ്സിൽ പോയത്? ആ പെണ്ണ് മറുപടി എങ്ങനെ പറയാ? ഖറജ്തു. ഖറജ്തു. പിന്നെ എങ്ങനെ? മിനൽ ഫസ്ലി. പിന്നെ ലി കൊണ്ടുവരാനാ പറയുന്നത്, മസ്തറല്ല.
അഷ്റബൽ മാ ആ ലീന്റെ ശേഷമുള്ള ഫീൽ ഏതാണ്? അഷ്റബ ലി അഷുറൂബ. ഖറജത്ത ആണിനും ഒരേ ഉത്തരാണ്, ഖറജത്തി പെണ്ണിനും ഏതന്നെയാണ്? ഒരേ ഉത്തരാണ്. ലിമാദ ഖറജത്ത എന്ന് പറഞ്ഞാലും ലിമാദ ഖറജത്തി എന്ന് പറഞ്ഞാലും ഉത്തരം ഏതാണ്? ഒന്നാണ്. ഖറജത്തു ലി അഷ്റബൽ മാ. പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ. ഖറജത്തു മിനൽ ഖറജത്തു ഫസ്ലി ലിയശ്റുബൽ മാ. ഖറജത്തു മിനൽ ഫസ്ലി ലിയശ്റുബൽ മാ. അഷ്റബൽ മാ ലിയശ്റബൽ മാ. അവിടെ കട്ടെ മതി.